പന്തളം രാജാവിന്റെ പുത്രനായ മണികണ്ഠൻ അയ്യപ്പൻ പുലിപ്പാലിനായി വനത്തിലേക്ക് പുറപ്പെടുന്ന സന്ദർഭത്തിലാണ് വാവരുമായി കണ്ടുമുട്ടുന്നത്. ഈ യാത്രയിൽ അന്നത്തെ വാവരും അയ്യപ്പനും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ നടന്നു. വാവർ ഒരു കടൽക്കൊള്ളക്കാരനായോ അല്ലെങ്കിൽ ഒരു സൈന്യാധിപനായോ ആയിരുന്നു അന്ന് നിലനിന്നിരുന്നത്. ഈ യുദ്ധത്തിൽ വാവരുടെ ശക്തിയെ അയ്യപ്പൻ തിരിച്ചറിയുകയും അയ്യപ്പന്റെ ദിവ്യത്വം വാവർക്ക് മനസ്സിലാവുകയും ചെയ്തു. ഇതിനെ തുടർന്ന് വാവർ അയ്യപ്പന്റെ ഉറ്റമിത്രവും വിശ്വസ്തനായ അനുയായിയും ആയി മാറി. മഹിഷിയെ വധിക്കുക എന്ന അയ്യപ്പന്റെ ദൗത്യത്തിൽ വാവർ പ്രധാന പങ്കുവഹിച്ചു. മഹിഷിയെ വധിച്ച ശേഷം അയ്യപ്പൻ താൻ വസിക്കാനുദ്ദേശിക്കുന്ന സ്ഥലമായി ശബരിമലയെ തിരഞ്ഞെടുക്കുകയും അവിടെ ക്ഷേത്രം പണിയാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഈ യാത്രകളിലും പിന്നീടുള്ള കാര്യങ്ങളിലും വാവർ അയ്യപ്പനോടൊപ്പം ഒരു നിഴൽ പോലെ ഉണ്ടായിരുന്നുവെന്നാണ് വിശ്വാസം. ശബരിമല ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിലും വാവർ സഹായം നൽകിയിരുന്നതായും തന്നോടൊപ്പം വാവർക്കും ഒരു സ്ഥാനം വേണമെന്ന് അയ്യപ്പൻ ആഗ്രഹിച്ചിരുന്നതായും ഐതിഹ്യങ്ങൾ പറയുന്നു. അങ്ങനെയാണ് ശബരിമലയിലെ വാവർ നടയും എരുമേലിയിലെ വാവർ പള്ളിയും നിലവിൽ വന്നത്. ചുരുക്കത്തിൽ